എല്ലാവർക്കും നമസ്കാരം. PhD പഠിക്കാൻ നമുക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ആസ് എ റിസർച്ചർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ UGC അവരുടെ പുതിയ നിയമം അനുസരിച്ചിട്ട് PhD അഡ്മിഷൻ ഉള്ളി എന്ന് പറഞ്ഞിട്ട്, അതായത് നെറ്റ് എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഗവേഷണ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി സംശയങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ PhD ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊരു ഗൈഡിനെ സെലക്ട് ചെയ്യുക. നമ്മൾ ഏത് അധ്യാപകൻ്റെയോ അല്ലെങ്കിൽ അധ്യാപികയുടെ കീഴിലാണ് ഗവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയാണ് നമ്മൾ ഗൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഗൈഡിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂണിവേഴ്സിറ്റിയിൽ ഗൈഡൻഷിപ്പ് എടുത്ത അധ്യാപകരെയാണ് നമുക്ക് ഗൈഡായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ നീണ്ട ഒരു യാത്രയാണ് ഗവേഷണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഗവേഷണത്തിൽ വരുന്നത് ഗൈഡുമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആത്മബന്ധമുള്ളതോ അല്ലെങ്കിൽ നേരിട്ട് അറിയാവുന്നതോ ആയിട്ടുള്ള ഒരു ഗൈഡിനെ സെലക്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. റിസർച്ച് ചെയ്യുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, റിസർച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ടോപ്പിക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ വിഷയം മലയാളമാണ്. മലയാള വിഷയത്തിൽ തന്നെ ഒരുപാട് മേഖലകളുണ്ട്. സിനിമയുണ്ട്, തിരക്കഥയുണ്ട്, നോവലുണ്ട്, കഥയുണ്ട്, കവിതയുണ്ട്, ഒരുപാട് എഴുത്തുകാരികൾ ഉണ്ട്, സാഹിത്യകാരന്മാരുണ്ട്. അപ്പം ആരെയും മുൻനിർത്തി എന്താണോ റിസർച്ചിൻ്റെ കേന്ദ്രം എന്ന് നമ്മൾ കണ്ടെത്തുക, അതായത് റിസർച്ച് ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവർ ഇതിനു മുമ്പ് ചെയ്ത വിഷയവുമായിട്ട് അതേപടി ബന്ധമുണ്ടാവാൻ പാടില്ല. ടോപ്പിക്കിന് എപ്പോഴും വ്യത്യസ്തത ആവശ്യമാണ്. ഒരുപാട് അന്വേഷണ സാധ്യതയുള്ളതും സമകാലിക സമൂഹത്തിൽ പ്രസക്തിയുള്ളതുമായ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം ഗവേഷണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പുതുതായി കണ്ടെത്തുക അല്ലെങ്കിൽ തേടിപ്പിടിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ഗവേഷണം എന്ന് പറയുന്ന പഠന മേഖല മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കും അത്തരത്തിലുള്ളതായിരിക്കണം. ഇപ്പോൾ വിഷയം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായാൽ മതി. ഇന്ന ഏരിയ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഗൈഡിനെ കണ്ട് സംസാരിച്ചാൽ മതി. അപ്പം ഗൈഡിൻ്റെ ധാരണ വെച്ചിട്ട് ഇതിനു മുന്നേ ഈ വിഷയമായിട്ട് എങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തെങ്കിലും സാധ്യത ഇനിയും പഠിക്കാനായിട്ട് ഈ വിഷയത്തിലുണ്ടോ എന്നൊക്കെ ഗൈഡ് നമുക്ക് അഡ്വൈസ് തരും. അപ്പോൾ ഗൈഡുമായിട്ട് സംസാരിച്ച് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, ഉറപ്പിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ റിസർച്ചിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി വിഷയം ഉറപ്പിച്ചതിന് ശേഷം ഒരു സിനോപ്സിസ് അല്ലെങ്കിൽ പ്രപ്പോസൽ തയ്യാറാക്കണം. ഈ പ്രപ്പോസൽ തയ്യാറാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വിഷയം എന്താണ്, നമ്മളുടെ റിസർച്ച് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ നമുക്കും മറ്റുള്ളവർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഈ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ. MG യൂണിവേഴ്സിറ്റിയുടെ 5 പേജേ ഉള്ളൂ. പ്രപ്പോസൽ 5 പേജ് മതിയാവും. അപ്പുറം ഇപ്പുറമായിട്ട് 5 പേജ് വരുന്ന രീതിയിൽ ഒരു പ്രപ്പോസൽ തയ്യാറാക്കിയാൽ മതിയാവും. ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് പ്രപ്പോസൽ വ്യത്യാസമുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ പ്രപ്പോസൽ പോലെയല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രപ്പോസൽ. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചിട്ടും പ്രപ്പോസൽ വ്യത്യാസമുണ്ട്. ഇനി പ്രപ്പോസലിൽ എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളുടെ ടൈറ്റിൽ കൊടുക്കുക, വിഷയം എന്താണെന്ന് കൊടുക്കുക. അതിനുശേഷം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷനൊക്കെ ചുരുക്കി എഴുതിയാൽ മതിയാവും. ഗവേഷണ ലക്ഷ്യം, അതായത് നമ്മുടെ റിസർച്ചിൻ്റെ
ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കൊടുക്കുക. അത് 1, 2, 3 സെൻറ്റൻസിൽ എന്താണോ സ്പെസിഫിക്കായിട്ട് ഉദ്ദേശിക്കുന്നത് അത് എഴുതിയാൽ മതിയാവും. പിന്നെ റിസർച്ചിൻ്റെ റെലവൻസ്, പ്രസക്തി എന്താണെന്ന് എഴുതുക. സ്പെസിഫിക് ആയിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം നമ്മുടെ പ്രപ്പോസൽ. വാരി വലിച്ച് ഒത്തിരി എഴുതേണ്ട ആവശ്യകതയില്ല. അതുപോലെ തന്നെ പഠന മേഖല, എന്തൊക്കെ ഡേറ്റകളാണ് നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏതാണ് നമ്മുടെ റിസർച്ച് ഏരിയ, അതാണ് പഠന മേഖലയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി അടുത്തത് മെത്തഡോളജിയാണ്. എന്ത് മെത്തഡോളജിയാണ് ഈ റിസർച്ചിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് രീതിശാസ്ത്രത്തിൽ വരുന്നത്. അടുത്തത് അധ്യായ വിഭജനമാണ്. എത്ര ചാപ്റ്റേഴ്സായിട്ടാണ് ഈ പ്രപ്പോസൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അധ്യായ വിഭജനത്തിൽ പറയുന്നത്. പിന്നെ വരുന്നത് ഓരോ അധ്യായത്തിലും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ എന്താണ്, രണ്ടാമത്തെ അധ്യായത്തിൽ എന്താണ്, മൂന്നാമത്തെ അധ്യായത്തിൽ എന്താണ്, മൂന്നും സെപ്പറേറ്റ് തിരിച്ചെഴുതണം. അതിനുശേഷം എന്ത് നിഗമനത്തിലാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് എന്നുള്ള ഒരു കൺക്ലൂഷൻ പോലെ ഒരു ഉപസംഹാരം കൊടുക്കണം. ഈ റിസർച്ച് കൊണ്ട് എന്ത് നിഗമനത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് ഒരു ഉപസംഹാരം കൊടുക്കുക. അതുകൂടാതെ നമ്മളുടെ ടോപ്പിക്കുമായിട്ട് മുൻപ് ആരെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ഏരിയ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആരെങ്കിലും ഗവേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം പഠനങ്ങളെയാണ് നമ്മൾ പൂർവ്വ പഠനങ്ങൾ എന്ന് പറയുക, മുൻപ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരം പഠനങ്ങൾ ഉണ്ടെങ്കിൽ അതും കണ്ടെത്തി നമ്മളുടെ സിനോപ്സിസിൽ കൊടുക്കണം. അടുത്തതായിട്ട് ഗ്രന്ഥസൂചി. ഗ്രന്ഥസൂചി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിനോപ്സിസ് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ വായിച്ചു, ഏതൊക്കെ പുസ്തകങ്ങൾ എടുത്തു എന്നുള്ളതിൻ്റെ ഒരു ശേഖരമാണ് ഒരു ഗ്രന്ഥസൂചി എന്ന് പറയുന്നത്. മിനിമം 8 or 9 പുസ്തകങ്ങളൊക്കെ ഗ്രന്ഥസൂചിയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഇത്രയാണ് നമ്മുടെ സിനോപ്സിസിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ. ഇനി അഥവാ പ്രപ്പോസലിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഗൈഡിനെ കാണിക്കുമ്പോൾ ഗൈഡ് തിരുത്തിത്തരും. എന്നിട്ട് ഈ ശരിയായ പ്രപ്പോസൽ അല്ലെങ്കിൽ സിനോപ്സിസിൽ ഗൈഡിൻ്റെ സൈൻ മേടിക്കണം. ഗൈഡിൻ്റെ സൈൻ മേടിച്ച് കഴിയുമ്പോഴാണ് ശരിക്കും PhDയുടെ ആദ്യത്തെ കടമ്പ കടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഗൈഡിൻ്റെ സൈനോട് കൂടിയിട്ട് ഈ PhDയുടെ ആദ്യത്തെ കടമ്പ കടന്നു. അതിനുശേഷമാണ് PhD അപ്ലൈ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് PhDയുടെ ആദ്യത്തെ കടമ്പ. അതിനുശേഷമുള്ള സ്റ്റെപ്പും പ്രൊസീജിയറൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.